ഒന്നല്ല മുഴുവൻ കണക്കുകളും SFIO അന്വേഷിക്കും. കരിമണൽ കമ്പനിയുടെ മുഴുവൻ മാസപ്പടികളും SFIO അന്വേഷിക്കും. എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL തമ്മിലുള്ള 1.25 കോടി രൂപയുടെ ഇടപാട് മാത്രമല്ല SFIO അന്വേഷണ പരിധിയിലുള്ളതെന്നും CMRL നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറിയ 135 കോടി രൂപയും അന്വേഷണ പരിധിയിലുണ്ടെന്നും കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി. നിയമത്തിലെ വാചകങ്ങൾ അടർത്തിയെടുത്ത പുതിയ അന്വേഷണം നിയമവിരുദ്ധവും അന്യായവുമാണെന്ന് വരുത്താനുള്ള വീണയുടെ അഭിഭാഷകന്റെ ശ്രമങ്ങളെ ദുർബലമായ വാദമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അന്വേഷണം റദ്ദാക്കാൻ വീണ ഉന്നയിച്ച വാദങ്ങൾ സ്വീകാര്യമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വസ്തുതകൾ കണ്ടെത്താൻ SFIO അന്വേഷണം ആവശ്യമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ സങ്കീർണത വർദ്ധിച്ചുവെന്നും അത്തരം കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള യഥാർത്ഥ ഭീഷണിയാണെന്നുമുള്ള സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചാണ് SFIO പോലെ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസി തന്നെ കേസ് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് കോടതി വ്യക്തമാക്കിയത്. ഇത്തരം കേസുകൾ അന്വേഷണ ഏജൻസികൾക്ക് വെല്ലുവിളിയാണ്. അതിസങ്കീർണമായ ധാരാളം പ്രക്രിയകൾ ഇത്തരം കേസുകളിൽ വേണ്ടിവരും. സൂക്ഷ്മവും സങ്കീർണവുമായ വിവരങ്ങൾ തിരഞ്ഞെടുക്കാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ സാമർഥ്യമുള്ള SFIO തന്നെ കേസ് തുടർന്നും അന്വേഷിക്കും. അന്വേഷണത്തെ സാധൂകരിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന വിധിയിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു. കർണാടക ഹൈക്കോടതി ഉത്തരവ് പുറത്തുവന്നതോടെ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ അന്വേഷണ ഏജൻസിക്ക് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി. SFIOയുടെ അന്വേഷണം വേണമെന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് എക്സാലോജിക് ഹൈക്കോടതിയെ സമീപിച്ചത്. വീണ വിജയനെ SFIO ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയുമായി സമീപിച്ചത്. എന്നാൽ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ അന്വേഷണം ആർക്കൊക്കെ തിരിച്ചടിയാകുമെന്നത് കണ്ടറിയണം.